സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ മാർ തോമസ് ശ്ലീഹായുടെ ഭാരത പ്രവേശന ഓർമ്മ തിരുനാൾ അരുവിത്തുറ മാർ ഗീവർഗീസ് സഹദ ഫൊറോന പള്ളിയിൽ ഭക്തിപൂർവ്വം കൊണ്ടാടി. തിരുനാളിന്റെ ഭാഗമായി നവംബർ 20 ബുധനാഴ്ച വൈകിട്ട് 6 മണിക്ക് പുറത്ത് നമസ്കാരവും വിവിധ സഭകളിലെ മേലധ്യക്ഷന്മാരുടെ സന്ദേശങ്ങളുമായി നടത്തപ്പെട്ട തിരുനാൾ ആചരണം വേറിട്ടതും നവ്യവുമായ ഒരു അനുഭവമായി മാറി. 1-ാം നൂറ്റാണ്ടിലെ ഭാരതീയർ ദൈവപുത്രനായ ഈശോമിശിഹായുടെ സുവിശേഷം അവന്റെ ശ്ലീഹന്മാരിൽ ഒരാളായ മാർ തോമസ് ശ്ലീഹായിൽ നിന്ന് നേരിട്ട് സ്വീകരിച്ചതും നാളിതുവരെ തലമുറകളായി കാത്തുസൂക്ഷിക്കുന്നതും ദൈവത്തിന്റെ വലിയ അനുഗ്രഹമായി അനുഭവപ്പെടുന്നു. മലങ്കര യാക്കോബായ സുറിയാനി സഭ എപ്പിസ്കോപ്പൽ സിനോദോസ് സെക്രട്ടറിയും കോട്ടയം ഭദ്രാസന അധ്യക്ഷനുമായ ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്ത, ക്നാനായ യാക്കോബായ സമുദായ വലിയ മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പ് കുര്യാക്കോസ് മാർ സെവേറിയോസ് പിതാവ്, കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാനും സീറോ മലങ്കര കത്തോലിക്ക സഭ പത്തനംതിട്ട ഭദ്രാസന അധ്യക്ഷനുമായ ബിഷപ്പ് സാമുവൽ മാർ ഐറനേസ് മെത്രാപ്പൊലീത്ത, സീറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാനും പാലാരൂപത അധ്യക്ഷനുമായ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് എന്നിവർ കാർമ്മികത്വം വഹിച്ച എക്യുമെനിക്കൽ റംഷ നമസ്കാരത്തിൽ സുറിയാനി ഭാഷയും സംഗീതവും ഉപയോഗിച്ചത് മാർ തോമസ് ശ്ലീഹായുടെ കാലത്തിന്റെയും യഹൂദരുടെയും സുറിയാനി സഭകളുടെയും പൊതുവൈതൃകത്തിന്റെയും ഓർമ്മപ്പെടുത്തലായി മാറി. മാർ തോമസ് ശ്ലീഹ 1-ാം നൂറ്റാണ്ടിലെ പേർഷ്യയിലും വിശാല ഇന്ത്യയിലും ഈശോയിലൂടെയുള്ള രക്ഷയുടെ സദ്വാർത്ത അറിയിച്ചത് നിസ്തർക്കമായ കാര്യമാണെന്ന് ബിഷപ്പ് ഡോക്ടർ തോമസ് മാർ തിമോത്തിയോസ് എടുത്തു പറഞ്ഞു. ക്രൈസ്തവ സമൂഹം എന്നുള്ളതായ നിലയിൽ മാർ തോമസ് ശ്ലീഹായുടെ ആ വലിയ ദൂത് അത് അന്നത്തെ റോമാ സാമ്രാജ്യത്തിൽ ഒതുങ്ങി നിൽക്കാതെ അതിനെ ഭേദിച്ചുകൊണ്ട് പേർഷ്യയിലും അതുപോലെ തന്നെ ഭാരതത്തിലുമൊക്കെ സുവിശേഷം അറിയിച്ചതാണ്. ആ സുവിശേഷ ദൂത് എന്നും നിലനിൽക്കേണ്ടതാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ എന്നുള്ളതായ നിലയിൽ നമുക്ക് ഹ്രസ്വമായ ചെറുതായ കാഴ്ചപ്പാടുകളെ അതിജീവിച്ചുകൊണ്ട് കർത്താവായ ഈശോ മിശിഹ എന്ത് ആണ് വിശ്വാസികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത് റിയലൈസ് ചെയ്യുവാനായിട്ട്, അതൊരു യാഥാർത്ഥ്യമായി തീരുവാനായിട്ടും ആക്കിത്തീർക്കുവാനായിട്ടും നമ്മുടെ ശുശ്രൂഷയും നമ്മുടെ വീക്ഷണവും നമ്മുടെ പഠിപ്പിക്കലുകളും നമ്മുടെ പഠനങ്ങളും എല്ലാം ആയിത്തീരണം എന്ന് ഞാൻ ആദ്യമായിട്ട് നിങ്ങളെ ഓർപ്പിക്കട്ടെ. സഭകൾ തമ്മിൽ ഒന്നിച്ചു നിൽക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കുര്യാക്കോസ് മാർ സെവേറിയോസ് അഭിപ്രായപ്പെട്ടു. നമുക്ക് ആവശ്യമായിരിക്കുന്നത് ഈ ആധുനിക കാലഘട്ടത്തിൽ വാസ്തവത്തിൽ ഫിയർ ഓഫ് ഗോഡ്, ദൈവ ഭയം, അതൊരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ദ അതർ സൈഡ് ഓഫ് ദ കോയിൻ എന്ന് ഞാൻ പറയുന്നത് ദൈവ സ്നേഹത്തെയാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ എക്യൂമെനിസം താനേ നമ്മളിലേക്ക് ഒഴുകി വരുമെന്നുള്ളതാണ് ദൈവ സ്നേഹത്തിൻ്റെ ആഴം. അതായത് ശത്രുവിനെയും ദുഷ്ടനെയും പാവിയെയും സ്നേഹിക്കുന്ന ദൈവത്തിലാണ് നിങ്ങളും ഞാനും നമ്മളെല്ലാം വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആ ദൈവസ്നേഹത്തെക്കുറിച്ച് എപ്പോഴും പറയുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മൾ അന്തരാത്മാവിൽ ആത്മീയതയിലേക്ക് കടന്നു ചെല്ലൂ. അതിലേക്ക് ആഴത്തിലേക്ക് നമ്മൾ മുങ്ങിയാൽ നമുക്ക് പെട്ടെന്ന് ഈ എക്യൂമെനിസം അതിൻ്റെ എല്ലാ അർത്ഥത്തിലും പ്രാക്ടിക്കലാക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ആ ഒരു ചിന്ത മാത്രം ഞാൻ നിങ്ങളുടെ സ്നേഹത്തോട് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശ്വര സാക്ഷാത്കാരം, അതിന് ആത്മസാക്ഷാത്കാരം ക്രിസ്തു യേശുവിൽ നമ്മൾ ഒന്നാകാൻ ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. മാർ തോമസ് ശ്ലീഹായുടെ മിശിഹാനുഭവം ശ്ലീഹായിൽ നിന്ന് നേരിട്ട് കൈമാറി കിട്ടിയത് അല്പം പോലും കുറയാതെയും കൈമോശം വരാതെയും നമ്മുടെ തലമുറയിൽ കാത്തുസൂക്ഷിച്ച് അടുത്ത തലമുറയിലേക്ക് കൈമാറണമെന്ന് ബിഷപ്പ് സാമുവൽ മാർ ഐറനിയസ് പ്രബോധിപ്പിച്ചു. യേശു അനുഭവത്തിൽ ആഴപ്പെടുന്നവന് മാത്രമേ യേശുവിന് സാക്ഷിയാകാൻ സാധിക്കുള്ളൂ എന്നുള്ള ആ ഒരു പാഠം തീർച്ചയായും ഈ അവസരത്തിൽ നാം ഓർമ്മിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവത്തിലേക്ക് മടങ്ങി വരാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളുടെ ഈ മർത്തോമൻ പാരമ്പര്യം എന്നതിൻ്റെ എന്താണ്, ഇന്ന് ഈ ഉറവിടങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. ഈ ഉറവിടങ്ങളിലേക്ക് മടങ്ങുക എന്നുള്ളതാണ് നമ്മെ കുഴിച്ചെടുത്ത കനിഗർഭത്തിലേക്ക്, വെട്ടിയെടുത്ത പാറയിലേക്ക് മടങ്ങുക എന്നുള്ളതാണ്. അതിന് നമ്മുടെ ഈ കൂട്ടായ്മ സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമ്മെല്ലാവരെയും തോമസ് ശ്ലീഹായുടെ ഈ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ആ ഒരു ജീവിതം നിരന്തരം വെല്ലുവിളിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.
മാർത്തോമാ ശ്ലീഹായുടെ പ്രേക്ഷിത യാത്രകളെക്കുറിച്ചും സ്ഥലങ്ങളെക്കുറിച്ചും ആദ്യ നൂറ്റാണ്ടുകളിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ജനവിഭാഗങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് വിശദീകരിച്ചു. ഈശോയും ശിഷ്യന്മാരും ഗലീലിയ തടാകത്തിൽ എങ്ങനെ പ്രവർത്തിച്ചോ അതുപോലെയാണ് തോമാസ് ശ്ലീഹായും നസ്രാണികളും ഈ മീനച്ചിലാറിൻ്റെ തീരങ്ങളിൽ വസിച്ചത്, കടന്നുപോയത് എന്നാണ് എൻ്റെ ഒരു ചിന്ത. തോമായുടെ ദൈവാനുഭവത്തിൻ്റെ തനിമ എൻ്റെ കർത്താവ് എൻ്റെ ദൈവവും കൂടിയാണ് എന്നുള്ള പ്രഖ്യാപനമാണ്. അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു ദൈവശാസ്ത്രവും പറയാനില്ല, ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് തോമാസ് ശ്ലീഹായി ഇന്ന് അന്നത്തെ റോമാ സാമ്രാജ്യത്തിന് പുറത്തുള്ള എല്ലാ രാജ്യങ്ങളും തോമായെ ശ്ലീഹായിട്ട് അംഗീകരിക്കുകയാണ്. കാരണം ഇതുപോലെ ഒരു വിശ്വാസ പ്രഖ്യാപനം എൻ്റെ കർത്താവ് എൻ്റെ ദൈവമാണ്. അരുവിത്തുറ മാർ ഗീവർഗീസ് സഹദ ഫൊറോന പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടുകലിൽ സ്വാഗതം പറഞ്ഞ മാർത്തോമ നസ്രാണി സമുദായ കൂട്ടായ്മയ്ക്ക് സിറോ മലബാർ എക്യുമെനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയ്യിൽ നന്ദി അർപ്പിച്ചു. തിരുനാൾ ആചരണങ്ങളും പാരമ്പര്യങ്ങളും വിശ്വാസ കൈമാറ്റത്തിന്റെ പ്രധാന മാർഗങ്ങളാണ്. മലങ്കരയിലെ സുറിയാനി സഭകൾ തമ്മിലുള്ള സഭൈക്യ പ്രവർത്തനങ്ങൾ യൂറോപ്പിലെ പാശ്ചാത്യ സഭകൾ തമ്മിലുള്ള എക്യുമെനിസം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണെന്നും സഭകൾ തമ്മിൽ പരസ്പരം ബഹുമാനിക്കുന്ന സമീപനങ്ങളും യോജിച്ചുള്ള പ്രവർത്തനങ്ങളും കൂടുതൽ വളർത്തിയെടുക്കണമെന്നും പിതാക്കന്മാർ അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ എല്ലാ എപ്പിസ്കോപ്പൽ സഭകളിലും നിന്നായി വളരെ ദൂരെ നിന്ന് പോലും വിശ്വാസി പ്രതിനിധികൾ പങ്കെടുത്തത് തിരുനാളിന്റെയും അരുവിത്തുറയുടെയും പ്രസക്തി വെളിവാക്കുന്നു. അടുക്കലുള്ള എക്യുമെനിക്കൽ കൂടിവരവുകൾ വിശ്വാസികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും സഭാ നവീകരണത്തിനും സമുദായ ശാക്തീകരണത്തിനും ഇടയാക്കുമെന്നും രാഷ്ട്രനിർമ്മിതിയിലുള്ള ക്രൈസ്തവരുടെ നാളിതുവരെയുള്ള ശ്രമങ്ങളെ കൂടുതൽ ബലപ്പെടുത്തുമെന്നും തിരുനാൾ ദിന സന്ദേശങ്ങളിൽ അഭിവന്ദ്യ പിതാക്കന്മാർ പ്രത്യാശ പ്രകടിപ്പിച്ചു. ചർച്ച് ഡെസ്ക് ഷെക്കേന ന്യൂസ്.